അസ്ലം, മലപ്പുറം ഉൾപ്പെടെ പല ജില്ലകളിലും, കോഴിക്കോട് ജില്ലകളിലാണെങ്കിലും LDFന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള മുന്നേറ്റമുണ്ട്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള UDFനെ സംബന്ധിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വളരെ നിർണായകമായ കാര്യമാണ്. എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ? ലീഗിന്റെയും കോൺഗ്രസിന്റെയും CPM എന്തൊക്കെ കരുനീക്കങ്ങളാണ് നടത്തുന്നത്? ജില്ലകൾ പരിശോധിക്കുമ്പോൾ 4 ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് ഭരണം LDFനാണ്. 2 ജില്ലകൾ മാത്രം, അതായത് മലപ്പുറവും വയനാടും മാത്രമാണ് UDF ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത്. അതിൽ തന്നെ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂർ ആണെങ്കിൽ 24-ൽ 17 സീറ്റുകളും UDFനാണ്, LDFനാണ്. പാലക്കാടാണെങ്കിൽ 30-ൽ 27 ഡിവിഷനുകളും LDFനാണ്. കാസർഗോഡ് മാത്രമാണ് ഒരു ചെറിയൊരു നാരോ ഡിവിഷനിൽ നിൽക്കുന്ന സ്ഥലങ്ങൾ. അതായത് ഒരു 4, കോഴിക്കോടാണെങ്കിൽ 27-ൽ 18. അങ്ങനെ നല്ല ഭൂരിപക്ഷത്തിലാണ് 4 ഡിവിഷനുകൾ ഭരിക്കുന്നത്. മലപ്പുറത്ത് പോകുമ്പോഴാണ് UDFന് ഒരു ആധിപത്യം ഉള്ളത്. അവിടെ 32 ഡിവിഷനുകളിൽ 27 ഡിവിഷനുകളും UDFനാണ്, 5 ഡിവിഷൻ മാത്രമാണുള്ളത്. വയനാടാണെങ്കിൽ തുല്യം 8 ആണ്. അതിൽ പിന്നെ UDF ആണ് ഭരിക്കുന്നു എന്നത് മാത്രമാണ്. ഈ ഡിവിഷനുകളിൽ മാറ്റം വരുത്താതെ, അതിൽ നിലവിലെ അവസ്ഥയിൽ നിന്നും മാറ്റം വരുത്താതെ വയനാട് കൂടി തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് LDFന്റെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ, അല്ലെങ്കിൽ LDF ലക്ഷ്യം. മലപ്പുറം മാത്രമേ അവർക്ക് പക്ഷേ ജില്ലാ പഞ്ചായത്ത് കിട്ടില്ല എന്നൊരു പ്രതീക്ഷിക്കുന്ന സ്ഥലം. ബാക്കി 5 ജില്ലകളിലെയും ജില്ലാ പഞ്ചായത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് LDFന്റെ ഒരു കണക്കുകൂട്ടൽ. അതേസമയം UDFനെ സംബന്ധിച്ചോളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ ഇവിടുത്തെ പ്രകടനം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മലബാറിലെ കൂടുതൽ സീറ്റുകൾ അവർ നിയമസഭയിലേക്ക് ആഗ്രഹിക്കുമ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്ത് അടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള മലപ്പുറം എന്തായാലും ഉറപ്പുമായി നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വയനാടാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കൂടിയുള്ള ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് UDFന്റെ പ്രതീക്ഷ. അങ്ങനെ 3 ജില്ലകളിലെങ്കിലും ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിക്കൊണ്ട് മലബാറിലെ ഒരു തുല്യത LDFനൊപ്പം നിൽക്കാൻ കഴിയുക. കണ്ണൂരും പാലക്കാടും കോഴിക്കോടും ഒരുപക്ഷെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നല്ലാതെ പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രതീക്ഷ UDFില്ല. അങ്ങനെ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നുള്ള അവരുടെ ആദ്യഘട്ട പ്രതീക്ഷ. കോർപ്പറേഷനാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് UDFന്റെ പ്രതീക്ഷ. കണ്ണൂർ കോർപ്പറേഷൻ നിർണായകമായ ഒരു പോരാട്ടമായിരിക്കും. UDF നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോൾ അതുകൂടി പിടിച്ചെടുക്കാനാണ് LDF ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള ഒരു പോരാട്ടം അവിടെ നടക്കും. ജില്ലകൾ തിരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് വലിയ തോതിലുള്ള മുന്നൊരുക്കങ്ങൾ UDF നടത്തിയിട്ടുണ്ട്. LDFന് മുമ്പ് തന്നെ മുന്നണി പ്രഖ്യാപനം, സീറ്റ് വിഭജന പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം ഇന്ന് രാവിലെ തന്നെ, ഇന്ന് 1 മണിക്ക് വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ കോർപ്പറേഷന്റെ സീറ്റുകളുടെ, കോൺഗ്രസിന്റെ സീറ്റുകളുടെ പ്രഖ്യാപനം നടത്തും. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ, അതിന് മുമ്പ് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുന്നു. അപ്പോൾ തന്നെ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ആ അർത്ഥത്തിൽ കോഴിക്കോട് വലിയ ഷാഫി പറമ്പിൽ കൂടി ഉള്ള ഒരു പശ്ചാത്തലത്തിൽ വടകര മേഖലയിലടക്കം വലിയൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. അതേസമയം തങ്ങളുടെ പരമ്പരാഗത കോട്ടകളെ കൃത്യമായി തന്നെ പിടിച്ചേർത്താൻ കഴിയുന്ന ആത്മവിശ്വാസം LDFനുമുണ്ട്. മലപ്പുറത്ത് പോകുമ്പോൾ UDFന് അനുകൂലமான നിലയെങ്കിൽ പോലും ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് PV അൻവർ കൂടി UDFനൊപ്പം ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. മുന്നണി ധാരണകൾ ഏറെക്കുറെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ മേഖലയിലടക്കം, ഒരുപക്ഷെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലടക്കം ഭരണം പിടിച്ചെടുക്കാൻ കഴിയും. UDFന് അനുകൂലമായ സാഹചര്യം വലിയ തോതിൽ മലപ്പുറത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. പാലക്കാട്ടെ കുറിച്ചാണ് വളരെയധികം ഉദ്യോഗങ്ങളുള്ളത്. കാരണം പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് BJP ഭരിക്കുന്ന ഏക നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ അത് തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു അവിടുത്തെ ഒരു BJPക്കകത്തുള്ള വിഭാഗീയതയെല്ലാം ഊതിക്കാച്ചിയെടുത്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ പോരാട്ടം അവിടെ നടത്തുന്നുണ്ട്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ കാര്യം. പട്ടാമ്പിയിൽ V4 പട്ടാമ്പി എന്ന് പറയുന്ന കോൺഗ്രസിന് വിട്ടുപോയ കൂട്ടായ്മയുടെ സഹായത്തിലാണ് LDF അവരുടെ ഭരണം പിരിച്ചിരുന്നത്. അവിടെയും V4 UDFനൊപ്പം വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം അവിടെയും ഒരു ഭരണമാറ്റത്തിന്റെ ചലനങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ ഡിവിഷനൊന്നും അടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളിലൂടെ പോരാട്ടം കാഴ്ചവെക്കാൻ അവർ ശ്രമിക്കും. LDFനെ സംബന്ധിച്ചോളം അവർക്ക് വളരെയധികം മേൽക്കോയ്മയുള്ള പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് ഡിവിഷനുകളൊക്കെ തന്നെയും നല്ല സമഗ്രമായ ആധിപത്യമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ തന്നെയാണ് അവർ കഴിയുക. കാസർഗോഡ് നല്ലൊരു മത്സരം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കാസർഗോഡ് ഈ പറയുന്ന പോലെ 8-6 എന്ന നിലയിലാണ് UDFന്റെയും LDFന്റെയും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ തേരി വ്യത്യാസമായതുകൊണ്ട് തന്നെ തിരിച്ചുപിടിക്കാൻ UDFും അത് നിലനിർത്താൻ LDFും പോരാട്ടം നടത്തുമ്പോൾ അവിടെ BJP കൂടി സാന്നിധ്യമുള്ള സ്ഥലമാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 2 ഡിവിഷനുകൾ BJPക്കുണ്ട്. വടക്കൻ മേഖലയിൽ ആകെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ BJPക്കുള്ളത് കാസർഗോഡ് മാത്രമാണ്. അങ്ങനെ പാലക്കാടാണെങ്കിലും മലപ്പുറമാണെങ്കിലും വയനാടാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും എല്ലാ സ്ഥലത്തും അതിശക്തമായ പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ തദ്ദേശ രാഷ്ട്രീയമാണെങ്കിൽ പോലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുള്ള ഒരു മുന്നൊരുക്കം എന്ന അർത്ഥത്തിൽ 2 മുന്നണികളും ആ ഒരു ഗൗരവത്തോടുകൂടി തന്നെയാണ് കാഴ്ചവെക്കുന്നത്, അല്ലെങ്കിൽ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുക. BJPയുടെ ഇടയിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ സീറ്റുകൾ 2 അക്കം കടക്കുക ഉൾപ്പെടെയുള്ള നിരവധി തീരുമാനങ്ങൾ അവരും എടുത്തിട്ടുണ്ട്. കാസർഗോഡ് 2 ഡിവിഷൻ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുക, 3 ഡിവിഷനിലേക്ക് ജില്ലാ പഞ്ചായത്ത് എത്തിക്കുക തുടങ്ങിയ ചില കാൽക്കുലേഷനുകൾ BJP
പിയും കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചില ചൂണ്ടുപലകൾ, ചില സൂചികകൾ തീർച്ചയായും മലബാറിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും.